എടാ നിന്റെ ഗൈഡ് ഉണ്ടോ? എന്തിനാടി തുണ്ടുവട്ടം വല്ലതും ആണോ? ഒന്ന് പോടാ, തുണ്ടൊക്കെ നിന്റെയൊക്കെ പരിപാടിയല്ലയോ? ഞാൻ തുണ്ട് വിട്ടു ഒന്ന് നോക്കി. അത് എന്റെ കയ്യിൽ ഇല്ല. പിന്നെ ഈ ബാഗിന് എന്തോ ഗർഭമുണ്ടോ? ഈ ബാഗ് അങ്ങ് നിറഞ്ഞിരിക്കുവാണല്ലോ. അത് ബോക്സാ, മൈക്ക് പീരീഡ് അല്ലേ അടുത്തത്. എടാ ഒന്ന് നോക്കടാ. എടി നമ്മുടെ ക്ലാസ്സിലെ സുരേഷ് ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ അവനെ ഡാന്ന് വിളിച്ചായിരുന്നു. അവൻ എന്നെ പോടാന്ന് വിളിച്ചു. അതിന് വിളിക്കളയാന്ന് വിചാരിച്ചു. നമ്മുടെ അടുത്ത് രംഗെണ്ണം ഉണ്ടായിരുന്നു. പുള്ളിയോട് ചോദിച്ചാൽ പറയും വെച്ചോണ്ടിരിക്കണ്ട പുള്ളിയൊക്കെ. അതെ, ഇതിന് നല്ല മോനെയാ. നീ ഇത് ഇങ്ങോട്ടൊന്നും തരണേ. എനിക്ക് ആദരകൂടെ പേം നോക്കാനായിരുന്നു. നല്ലതാ, മാറ്റി വെച്ചേ. അടുത്ത നോക്കട്ടെ. എന്തുവാടാ അത് നമ്മുടെ കലേഷ് ഉണ്ടല്ലോ, ഞാൻ അവനോട് എന്തേലും ഒരു കാര്യം പറയുമ്പോണ്ടല്ലോ അവൻ വെല്ലോടത്തോട്ട് നോക്കിയിരിക്കുക. എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല അത്. എടാ അവന് കോങ്കണ്ണാടാ. അവൻ ഇവിടെ നോക്കുവാന്നോ അവിടെ നോക്കുവാന്നോ അറിയാൻ പറ്റത്തില്ല. എന്നെ അങ്ങനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കോങ്കണ്ണായാൽ എന്താ, എന്നെ നോക്കരുത്. അവന് എന്നെ ഇൻസൾട്ട് ചെയ്യല്ലോ. നീ അവനൊന്നും ജീവിച്ചിരിക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ ഏതോ ഞാൻ ആ മൂത്രപ്പരയെ പോയപ്പോ ഉണ്ടല്ലോ, നമ്മുടെ പാലുണ്ടല്ലോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അതിന് മൂത്രം ഒഴിച്ച 2 തുള്ളിയെ എന്റെ ദേഹത്ത് വീഴും. എനിക്കങ്ങോട്ട് പിടിച്ചില്ല. ഇനി അവൻ അത് വേണ്ട, പിടുങ്ങാണ്ടി. എടാ ഇങ്ങനൊന്നും ചെയ്യരുത്, ഇതൊക്കെ ദോഷവാ. ആ എന്നാ പറ, കൊട്ടേഷനോ? തലയും കാലും എടുക്കണമെന്നോ? അത് റെഡിയാക്കാ. ടൂൾസ് നമ്മുടെ കൈ ഇരിക്കുമല്ലയോ. കേസാവുന്നു. എന്തോ കേസ്? എനിക്ക് 14 വയസ്സുള്ള അണ്ണ. എന്റെ പേര് എന്ത് കേസെടുക്കാനാ? എന്റെ ഫോട്ടോ എടുത്തിടുമെന്നോ? അണ്ണൻ എന്താ അണ്ണ, എന്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അവനെ തൂക്കിക്കൊല്ലു. എനിക്കൊരു കുഴപ്പമില്ല. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇറങ്ങത്തില്ല. എനിക്ക് കേസാവുന്നു. എന്നാ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയാണ, നമ്മളൊന്നും ചെയ്യത്തില്ല. ഇവിടുത്തെ നിയമമൊക്കെ അങ്ങനെ അത്രേ ഉള്ളൂ. കാറ്റിപ്പറത്തുന്ന സംഭവമാണ്. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഇറങ്ങും. അത് കഴിയുമ്പോൾ അടുത്തെടുത്തോളാം. ഓക്കെ, സെറ്റ്. എടാ ആരേലും ഒന്ന് നോക്കി പേടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഈ വെട്ടാനും കുത്താനും ഒക്കെ നടക്കുന്നത്? നിന്റെയൊക്കെ ചില നേരത്തെ കുത്തിക്കഴപ്പിനെ ബാക്കിയുള്ളവരുടെ ജീവിതത്തോടാ പോന്നെ. ഇതൊക്കെ ഇങ്ങനെ തന്നെ എന്ത് രസമാണ് നമ്മുടെ ഈ സ്കൂൾ കാണാൻ, ഇല്ലടാ? അതെ, അടുത്തോടെ +1 അല്ലേ, വേറെ സ്കൂളിലാ. അതിന്റെ തോന്നല കേട്ടോ. ഇനിയും കുറെ നാളെ ഇവിടെ പഠിക്കണം, വല്ലാത്തൊരു തോന്നലുണ്ട്. ആകെ ആഴ്ച 2 ദിവസം നീ ഈ സ്കൂളിലോട്ട് വരുന്നത്. കലോത്സവത്തിന് വരത്തില്ല, സ്പോർട്സിന് വരത്തില്ല, വേറെ ഒരു പരിപാടിക്ക് വരുന്നില്ല. എന്നിട്ട് അവന് പിന്നെ ഇവിടെ തന്നെ താമസിക്കണമെന്ന്. അങ്ങനെ നീ പറയില്ലേ, ഞാൻ വരാറുണ്ടല്ലോ. എന്തിന്? ഫുഡ് ഫെസ്റ്റിവലിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തീറ്റി എന്ന് പറഞ്ഞൊരു ഇവിടെ നിന്റെ ശത്രു കൊണ്ട് സഹിത്ത് വരുന്നത്. ടൂൾസ് ഉണ്ടോ കയ്യില്? ഇല്ല, ഫോൺ മാത്രമേ ഉള്ളൂ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അന്വേഷണനെ വിളിക്ക്. പെട്ടെന്ന് വിളിക്ക്. സ്വിച്ച് ഓഫാ. എന്താ സൈത്തേ? എന്താ സൈത്തേ? നമ്മൾ ഒരുപാട് ഉടക്കിട്ടോടാ. നീ എല്ലാം പറക്കണോടാ, നമ്മളും പിരിയുമല്ലോടാ. നമ്മള് തമ്മി ഒന്നുമില്ല. ഒരു കൂടെ ഞാൻ തരും. ഇത് 2K കിട്ട് തന്നെയാണോടാ? ഈ ഗ്രേസ് മാർക്ക് നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാമായിരുന്നെങ്കിൽ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് മേടിക്കണമെന്ന് ഒരു കാൽക്കുലേഷൻ ഒപ്പിക്കായിരുന്നു. ശരി, അവരത് പറയുന്നില്ല. എടാ ഞാൻ പിന്നെ ഈ ക്ലാസ് ലീഡർ ഒക്കെ ആയോണ്ടേ എനിക്ക് 130 തന്നെ ആയിരിക്കും. ഞാനങ്ങനെ ക്ലാസ്സിനൊന്നും വന്നിട്ട് എനിക്ക് കിട്ടുകൂടി. പിന്നെ കിട്ടും, ഒലക്ക് കിട്ടും. ഒന്ന് പോടെ എടുക്കാം. അതെ, സീമാർക്ക് നോട്ടീസ് ബോർഡ് ഇട്ടിട്ടുണ്ട്. അതെ, ഞങ്ങളുടെ ഒന്ന് നോക്കൂ. അത് എപ്പോഴേ നോക്കി. എന്നിട്ട് അമ്മേനെ 120, ശ്രീയത്തിന് 130 ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ കലാകാരന്മാരെ ഉണ്ടല്ലോ ലോകം അംഗീകരിക്കത്തില്ലടാ. ഈ കൊല്ലം മുഴുവൻ ഇവിടെ പട്ടിപ്പണി എടുത്ത് പട്ടി ലീഡറായിട്ട് കേട്ടും 120 മാർഗ കിട്ടിയത്. കോപ്പ് എങ്ങനെയാടി? എങ്ങനാ ഈ സ്കൂളിലാ പോന്നെ? ഞാൻ 10 കഴിഞ്ഞ +1 VHS കയറാൻ വേണ്ടിയാ. ഞാനും എന്നാ വരും. ഞാൻ സയൻസ് എടുക്കാൻ വേണ്ടിയാ. ഞാനും. അതാകുമ്പോൾ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമല്ലോ എനിക്ക്. ഏതാ, കമ്പ്യൂട്ടർ ബയോളജിയോ? കമ്പ്യൂട്ടർ സയൻസ്. അതാ പക്കായിട്ട് പഠിക്കാൻ പറ്റും എനിക്ക്. ഞാനും അങ്ങോട്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിന് പോകണം, പാറ്റൂർ ശ്രീബുദ്ധയില്. സാറേ അറിഞ്ഞോ, അവിടെ പിള്ളേരെ ഭയങ്കര അടി. സാറേ പെട്ടെന്ന് വാ. സാറേ ഒന്ന് വാ. സാറേ
ഞാൻ വരത്തില്ല, പൊക്കോ പൊക്കോ. എന്റെ പൊന്നു സാറേ അവിടെ ചോരക്കളിയാ, ചോരക്കളി. ഒന്ന് വാ സാറേ. സാറേ ഒന്ന് വാ സാറേ, പൊരിഞ്ഞ അടിയാ അവിടെ നടക്കുന്നത്. ഒന്ന് വാ സാറേ. പോടാ. അയ്യോ അവന്മാര് കൈ കിട്ടുന്നതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് തലക്ക് വെച്ച് അടിക്കുക. ഒന്ന് വാ സാറേ. എന്തു ഇത്? എന്റെ പൊന്നു സാറേ ഇങ്ങോട്ട് വാ, അവിടെ കൊല്ലാൻ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തുവാ സാറേ? നീയൊക്കെ നമ്പർ കാണിക്കോ ഇല്ലയോ? എന്താ നമ്പര്? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ ചെല്ലും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കാണിച്ച് സർപ്രൈസ് തരാനില്ലേ? അതങ്ങ് അവിടെ ഇരുന്നാ മതി കേട്ടോ. ഇവിടെ പോണോ ഒന്ന്? തന്റെ ബർത്ത്ഡേക്ക് അവിടെ ഇരുന്ന് കേക്ക് മുറിക്കാൻ പോയില്ല. ആടെ പിള്ളേരെ അമ്മ അടിച്ച് തല പൊട്ടി. ആടാ ആംബുലൻസ് ഒക്കെ വന്നേക്കുവോ, പോലീസും വന്ന്. ശരിക്കും അല്ല പറ്റിച്ചതാ. നീ 10 കഴിഞ്ഞ എന്താടാ പ്ലാൻ? ഞാൻ എന്റെ അച്ഛന്റെ കപ്പലിന്റെ ബിസിനസ് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. വെരി ഗുഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള മണൽ ഞാൻ കടത്തി തരാം. അപ്പൊ നമ്മൾ പാർട്ട്നേഴ്സ്. ഞാൻ നിങ്ങളുടെ അച്ഛനെ അവിടെ വെച്ച് കാണുന്ന വണ്ടിയും തള്ളിക്കണ അണ്ടിപ്പരിപ്പെന്ന് പറഞ്ഞ് നടക്കുന്നത്. അല്ല സൂപ്പർ ബിസിനസ്. എന്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങളെ അടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. പരീക്ഷയുടെ മാർക്ക് കുറച്ചതിനും അസൈൻമെന്റിന്റെ മാർക്ക് കുറച്ചതിനും ഒക്കെ എന്നോട് ദേഷ്യമാണെന്ന് അറിയാം. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട്. ഈ മാർക്ക് എല്ലാവർക്കും ഞാൻ 130-ൽ 130 ആക്കിയിട്ടുണ്ട്. ഫെയർവെല്ലായിട്ട് ഇന്ന് ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ എന്റെ വകയായിട്ട് എല്ലാവർക്കും മട്ടൻ ബിരിയാണി. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ DJ പാർട്ടിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സാറേ ഞാനൊരു തെറ്റ് ചെയ്ത് എനിക്കത് ഏറ്റു പറയണം. എന്തു മക്കളെ ഓൻ പറ. സാറേ സാർ എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. സാറ് ഞങ്ങളുടെ കണ്ണിലെ കരടായിരുന്നു. ലാസ്റ്റ് സി മാർക്ക് നിങ്ങൾ കുറച്ച്. അതുകൊണ്ടേ സാറിന്റെ 2 വീലറിന്റെ പെട്രോൾ ടാങ്ക് തുറന്നിട്ട് ഞാൻ കല്ലും മണ്ണും വാരിയിട്ടായിരുന്നു. നല്ലവനായ സാറ് ക്ഷമിക്കുമെന്ന് കരുതുന്നു. എടാ മോനെ, എനിക്കറിയായിരുന്ന നീയൊക്കെ എന്തെങ്കിലും കാണിക്കുമെന്ന്. എന്റെ വണ്ടിക്കകത്ത് ഉപ്പിട്ടപ്പോഴേ അറിയാതെ നീയൊക്കെ ഏതെങ്കിലും ഒരുത്തനായി ഈ പണി ഒപ്പിച്ചേന്. അതിനു വേണ്ടിയിട്ടാ ഇതൊക്കെ ഞാൻ ചെയ്ത് കൂട്ടിയെന്ന്. നിനക്കൊന്നും ഒരു മട്ടൻ ബിരിയാണി ഇല്ല, ഒരു DJ ഇല്ല, ഒരു കുന്തോ ഇല്ല. ഇറങ്ങടാ ഇങ്ങോട്ട്. എടാ ഇറങ്ങടാ, നീ ഇങ്ങോട്ട് ഇറങ്ങടാ. അപ്പൊ സി മാർക്ക് 130. സി മാർക്കോ? നീ പരീക്ഷ എഴുതിയ നിനക്ക് സി മാർക്ക്. പരീക്ഷ എഴുതിയ നിനക്ക് സി മാർക്ക്. നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. എന്തോ അങ്ങനെ? നീ വല്ല ഒപ്പിച്ചോ? വണ്ടിയുടെ കാറ്റ് ഊരി വിട്ടത് ഞാനാ. പിന്നെ കുറ്റം അവൻ ഏറ്റവും ഉണ്ട്. അത് പിന്നെ നെഞ്ച് തയക്കോ. സാറിന്റെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിച്ചത് ഞാനാ. സാറിന്റെ വണ്ടിയുടെ സീറ്റിൽ ചാണകം ഇട്ടത്